ആത്മാവേ, നിന്റെ റബ്ബിലേക്ക് സമാധാനത്തോടുകൂടെ ഉഭയ സംതൃപ്തി അനുഭവിച്ചുകൊണ്ട് റാദിയ മർദിയ വന്നുകൊള്ളുക. എൻ്റെ ദാസന്മാരതാ അവിടെയുണ്ട്, സ്വർഗത്തിലേക്ക് നീ പ്രവേശിച്ചു കൊള്ളുക എന്ന് മരണസമയത്ത് നമുക്ക് കേൾക്കാൻ കഴിയുമെങ്കിൽ എന്ന് ഓർമ്മപ്പെടുത്തുന്ന വചനം എത്ര പാരായണം ചെയ്തു. പക്ഷേ നമ്മുടെ മനസ്സിൽ കരച്ചിൽ വന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ചിന്തയെങ്കിലും, റബ്ബേ ഇങ്ങനെയൊന്നും മരിക്കാൻ എനിക്ക് തൗഫീഖ് നൽകണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചോ? ആ സമയത്ത് റസൂലുള്ള അല്പം മൗനമായി നിൽക്കും. റസൂലുള്ളയും സഹാബത്തും ചോദിക്കും, റബ്ബേ ഇങ്ങനെ തരണേന്ന്. നമ്മളെ മനസ്സിലങ്ങ് ചോദിച്ചാൽ മതി. അതിന് അറബിയിലൊന്നും പ്രാർത്ഥിക്കാൻ അറിയില്ല, മലയാളത്തിലൊന്നും ഉറക്കെ ചൊല്ലി ചോദിക്കണമെന്നൊന്നുമില്ല. പടച്ചോനെ കാക്കണേന്ന് മനസ്സിലുണ്ടായാൽ മതി. മനസ്സിലെ പ്രാർത്ഥനകൾക്ക് ഭാഷ അല്ലല്ലോ കൂട്ടരെ, ഭാഷയില്ലല്ലോ. സുജൂദിൽ പോലും അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന ഒരു സമയമാണ് ഏതൊരടിമയും അവൻ സുജൂദിലായിരിക്കെ വഹുവ സാജിദുൻ. അതുകൊണ്ട് നിങ്ങളതിൽ ദുആ അധികരിപ്പിച്ചോളി എന്ന് പറഞ്ഞ് നമ്മളെന്ത് ചെയ്യും? നമുക്കാകെ അറിയാം സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി മാത്ര. പക്ഷേ നമുക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പാരത്രികമായതോ ദുനിയവിയായതോ ഒക്കെ ആയ നല്ല കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഭാഷ അറിയില്ല. അതുകൊണ്ട് റബ്ബേ തൽക്കാലം ഞാൻ ചോദിക്കണില്ല, ഈ എന്തെങ്കിലും കാട്ടിക്കോ എന്ന് പറയാൻ പറ്റുമോ? എന്താ ചെയ്യുക? മലയാളത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് ഫത്വ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തു ചെയ്യും? പ്രാർത്ഥനയ്ക്ക് ഭാഷ അല്ല എന്നൊന്നങ്ങ് വിചാരിച്ചാൽ മതി. നമ്മുടെ മനസ്സിലാണ് ചോദിച്ചാൽ മതി. അങ്ങനെ ചോദിക്കേണ്ടപ്പോൾ സുജൂദിലവിടെ കിടന്നോളൂ സാഷ്ടാംഗം. എന്നിട്ട് അങ്ങ് ചോദിച്ചോളി പടച്ചോനോട്. അതിന് തൊള്ള തുറക്കണ്ട, അല്ലാതെ എന്നോട് ചോദിച്ചാൽ മതി. അത് തന്നെയല്ലേ ഏറ്റവും നല്ല ചിന്ത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വല്ലാഹു ആലം. അസ്തഗ്ഫിറുല്ലാഹ്. അപ്പം എന്തെല്ലാം സഹോദരങ്ങളെ, അങ്ങനെ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ വരുമ്പോൾ നമുക്ക് ചോദിക്കാനും ശരണം തേടാനും ഒക്കെ കഴിയണമെങ്കിൽ ഇതെന്താണെന്നൊന്നും അറിയണ്ടേ? പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇസ്ലാമിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കും അതല്ലെങ്കിൽ അതിൻ്റെ വാദവിവാദങ്ങൾക്കുമൊക്കെ നടുവിൽ നമ്മൾ പരാജയപ്പെട്ടു പോകാറുള്ളത് അപ്പറഞ്ഞതുപോലെയാണ് നമ്മുടെ ജീവിതം എന്നതുകൊണ്ടാണ്. എന്തിനാണൊരു തട്ടം എന്ന് ചോദിച്ചാൽ സത്യം നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തിനാ തട്ടം എന്ന് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ തോളിൽ കൂടെ ഇങ്ങനെ ഇട്ട് നടക്കും. എന്തിനാ ഒരു തട്ടം? അതവർ ചോദിച്ചു, നമ്മൾ കാണിച്ചു. അവർ ചോദിച്ചു, നമ്മളത് കാണിച്ചു കൊടുത്തു. ശരിക്കും ആലോചിച്ചോളേ, എന്തിനാ ഒരു തട്ടം? എന്തിനാ ഫുൾ കൈ ഇത്രയുള്ള പോരായിനോ? നാം മുറിച്ചിട്ട പോരായിനോ? എന്തിനാ ഇപ്പോൾ? അപ്പം നമ്മൾ തന്നെയാണ് പലപ്പോഴും നമ്മുടെ ശത്രുക്കൾ. ഔറത്ത് ഏതാണ്? പക്ഷെ അത് നമ്മൾ പുറത്ത് കാണിച്ച് നടക്കുന്നു. ചില സദസ്സുകളിൽ മാത്രം അത് ആവശ്യമാകുന്നു, ചില സദസ്സുകളിൽ അത് തുറന്നു പോകുന്നു. ഇനിയിപ്പോൾ അഥവാ ഇവിടെ ഒന്ന് ഔറത്ത് പുറത്തായാലും ആരും ഇങ്ങനെ നോക്കിക്കൊന്നുമില്ല. കാരണം ഏറെക്കുറെ ആൾക്കാരൊക്കെ അത്യാവശ്യം ഭക്തിയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. മറ്റുള്ളവർക്ക് പോകുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. പക്ഷേ അവിടെ പോകുമ്പോഴാണ് ഇതൊക്കെ തുറന്നിട്ട് നടക്കുന്നത്. ശരിക്കും ആലോചിച്ചോളൂ എല്ലാവരും. അപ്പം ഇതിനെതിരാകാതെ, ഈ പാരായണം ചെയ്യുന്ന പഠിക്കുന്ന വചനങ്ങൾക്ക് എതിരാകാതെ ജീവിക്കുക എന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരം നുകരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുന്നതും അതേപോലെ ശുപാർശയായി അവിടെ മറ്റു തിന്മകൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾക്ക് പരിഹാരമായി ശുപാർശയായി അവിടെ വരുന്നതും എന്ന് മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കാം. ഏറെക്കുറെ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂറത്ത് മുഅ്മിനൂൻ ആയിരുന്നല്ലോ കഴിഞ്ഞ ഭാഗം. മുഅ്മിനൂനിലെ ആദ്യ വചനങ്ങൾ തന്നെ നമ്മളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ആലോചിക്കാൻ വേണ്ടി ആ ആയത്തുകളൊന്ന് ചോദിക്കാം. ഞാൻ എന്നോട്, നിങ്ങൾ നിങ്ങളോടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. കഴിച്ചിലായി. വിശ്വാസികൾ വിജയിച്ചു. ആരാ വിശ്വാസികൾ? തൊട്ടുശേഷം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അവരാണ് വിജയിച്ചത്. അതിലേറ്റവും പ്രധാനമായി പറഞ്ഞ കാര്യം, വിശ്വാസികൾ എന്ന് പറയുമ്പോൾ തൗഹീദൊക്കെ അതിനകത്ത് പെട്ടല്ലോ. വിശ്വാസകാര്യം കഴിഞ്ഞല്ലോ. ഇനി അതിൻ്റെ അനുഷ്ഠാന കാര്യങ്ങളിലേക്കും സ്വഭാവ കാര്യങ്ങളിലേക്കും കുറേ വിഷയങ്ങളിലേക്ക് ഇങ്ങ് പോരാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ.
അവരുടെ നമസ്കാരത്തിൽ അവർക്ക് ഖുശൂ ഉണ്ട്. നമസ്കാരങ്ങളിൽ ഖുശൂ ഉണ്ട്. റസൂലുള്ള നിസ്കരിച്ചതുപോലെ അതല്ലെങ്കിൽ ഒന്നും അത്രത്തോളം ഒന്നും നമുക്ക് ഖുശൂ കിട്ടിയിട്ടില്ലെങ്കിലും എന്താ ഖുശൂ എന്ന് പറഞ്ഞാൽ? എന്താ ഈ ഖുശൂ എന്ന് പറഞ്ഞാൽ? അടക്കം, ഒതുക്കം, ഭക്തി എന്നൊക്കെ പറഞ്ഞാൽ വിനയം. ചിലരൊക്കെ പറയും ഒന്നും കേൾക്കൂല എന്ന്, പുറത്തുള്ള ഒന്നും കേൾക്കാതിരിക്കുമോ? അങ്ങനെ ഉണ്ടാവും ഒരു ഖുശൂ? അപ്പുറത്തെന്താ നടക്കുന്നത്? ഒന്നും കേൾക്കാതിരിക്കുന്ന ഖുശൂ ആണ്. റസൂലിൻ്റെ നിസ്കാരത്തിനൊന്നും ഖുശൂ തന്നെ ഉണ്ടാകില്ല. എന്തേ കാര്യം? റസൂൽ ഒരു ദിവസം നിസ്കാരം വേഗം നിസ്കരിച്ച്, എന്നിട്ട് എന്തേന്ന് വെച്ചപ്പോൾ ബാക്കിൽ ഒരു കുട്ടി കരയുന്നുണ്ട്, ഭയങ്കരമായിട്ട് കരച്ചിലുണ്ടായിരുന്നു. അതുകൊണ്ട് റസൂലിൻ്റെ നമസ്കാരം എന്ത് ചെയ്തു? അപ്പോൾ ഈ ഖുശൂ എന്ന് പറഞ്ഞാൽ എന്താ? കാതടഞ്ഞു പോകുക എന്നല്ലല്ലോ, നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടോ. പക്ഷേ ഞാൻ എന്താണ് ചെയ്യുന്നത്? ഇന്ന ഫി സ്വലാത്തിലെ ഷുഗ്ൽ, നിസ്കാരത്തിൽ ചില ഷുഗ്ലൊക്കെ ഉണ്ട്. നമസ്കാരത്തിൻ്റെതായ ചില ഷുഗ്ലുകളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. അതിൽ മുഴുകുക എന്നാണ്. അതിൽ മുഴുകുക. ഇപ്പം കുത്തു കൊണ്ടപ്പോൾ ബാക്കി തുടർന്ന് നിസ്കരിച്ചു, പക്ഷെ കുത്തുകൊണ്ട് അറിഞ്ഞിട്ടുണ്ടാവൂലേ? കുത്തുകൊണ്ടത് അറിഞ്ഞിട്ടുണ്ടാവൂലേ? അറിയണമല്ലോ അല്ലേ? പക്ഷേ അതിലും അപ്പുറം അദ്ദേഹം അതിനകത്ത് നമസ്കാരത്തിൽ അങ്ങ് മുഴുകാണ്. അവിടെയാണ് അത്. നിസ്കാരത്തിന് മുമ്പ് കൂടെ ഒരാൾ പോയാൽ ഇങ്ങനെ തടയാമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? അത്രയും ഖുശൂ ഉള്ള ഒരാൾ ഇത് കാണുമോ? മുമ്പ് കൂടെ ഒരാൾ പോകുമ്പോൾ തടയാൻ. അപ്പോൾ എന്താ ഖുശൂ? അപ്പോൾ സവിശേഷമായ ഒരു സംഗതി അതിനകത്തുണ്ട്. ആ സംഗതി നിസ്കാരത്തിൽ ഉണ്ടാവണം. അങ്ങനെ ഖുശൂവോടുകൂടെ നമസ്കാരം നിലനിർത്തുന്ന ആളുകളാരോ ആ വിശ്വാസികളാണ് വിജയം നേടിയ ആളുകൾ. ഓടിപ്പോയൊരു നിൽക്കുക ഓനോട് പോയി നിൽക്കുക ഇരിക്കുക അതല്ല. അങ്ങനെയാകുമ്പോൾ അത് വിജയത്തിൻ്റെ മാനദണ്ഡമായി എണ്ണപ്പെടൂല. ഇങ്ങനെ ഖുശൂവോടുകൂടെയുള്ള നമസ്കാരം നിർവഹിക്കുന്നവർക്കാണ് സ്വാഭാവികമായി ഒരു തിന്മയിലേക്ക് പ്രചോദനമുണ്ടാകുമ്പോൾ അല്ലേ വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ഒരു പ്രേരണ വരുന്നത്. തിന്മ ചെയ്യാനൊക്കെ എപ്പോഴും മനസ്സ് പറയും. നമുക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട്, നമ്മളിപ്പോൾ ഒക്കെ ചെയ്യുമോ? എന്താ ചെയ്യാത്തത്? നമ്മളെ പിന്നോട്ട് വലിക്കുകയാണ്, വേണ്ട അത് ചെയ്യണ്ട. ആ പിൻവലിക്കുന്ന സംഗതി എന്താണോ അത് നമസ്കാരത്തിൽ നിന്നുണ്ടാകണം. അതാണ് ഖുശൂ, നമസ്കാരത്തിലെ ഖുശൂ. അങ്ങനെ ഖുശൂ ഉള്ളവരായി മാറണം. അവർ ലഗ്വുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളും ആണ്. അവർ സക്കാത്ത് കൃത്യമായി നിർവഹിക്കുന്ന ആളുകളാണ്. അവർ അവരുടെ ജനനേന്ദ്രിയങ്ങളെ അനുവദിക്കപ്പെട്ട മാർഗത്തിൽ മാത്രം വിനിയോഗിക്കുന്നവരാണ്. അല്ലാതെ കുറച്ചു കാലം ഒരു പൂതി വന്നപ്പോൾ ഒരാളെ വയ്യേക്ക് പോയിട്ട് സർവ്വസ്വതന്ത്രവാദവുമായിട്ട് ഒരുത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരുത്തൻ്റെ കൂടെ പോയിട്ട് അതിലൊരു കുട്ടിയുണ്ടായി, എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ വേറൊരാളുണ്ട്, എനിക്ക് അയാളുടെ അടുത്ത് കൂടെ പോകണം, ഞാൻ അങ്ങോട്ട് പോട്ടെ, സോറി കേട്ടോ, ഒന്നും വിചാരിക്കരുത്, പ്ലീസ് സോറി എന്നും പറഞ്ഞിട്ട് രണ്ടാമത്തെ ആളടുത്തേക്ക് പോകുമ്പോൾ ഈ ചെറുത് അവിടെ പോയി എന്ന് പോലും ആലോചിക്കണില്ല. ഇങ്ങനെയാണെങ്കിൽ ഇതിലെന്താണ്? അങ്ങനെയല്ല. തൻ്റെ ജനനേന്ദ്രിയങ്ങളെ ഒന്നിൽ മാത്രം അഥവാ അനുവദിക്കപ്പെട്ടതേതോ അതിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന, അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. വീണ്ടും നമസ്കാരത്തിലെ സൂക്ഷ്മതയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അവരാണ് വിജയിക്കുകയും അള്ളാഹുവിങ്കൽ അനന്തരമെടുക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരായ ആളുകൾ എന്ന് അവസാനിപ്പിക്കാം. മുഅ്മിനൂനിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യ സൃഷ്ടിപ്പിനെക്കുറിച്ച് അവിടെ ഒരു കണക്ഷൻ ഉണ്ട്. എന്താന്ന് പറയോ? മനുഷ്യ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറഞ്ഞു പോയെടുത്ത കണക്ഷൻ എന്താ? ഇന്ദ്രിയത്തുള്ളി, അത് പിന്നീട് രക്തമായി, മാംസകഷ്ണമായി, എല്ലാക്കി, അതിൻ്റെ മാംസം കൊണ്ട് പൊതിഞ്ഞു, അങ്ങനെ മനുഷ്യനായി. ഈ കണക്ഷനല്ല ഞാൻ ചോദിച്ചത്. ഇതൊക്കെ പറഞ്ഞിട്ടൊരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? അഹ്സനുൽ ഖാലിഖീനാണ് അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് ഈ സൃഷ്ടിപ്പിൻ്റെ എല്ലാ പരിണാമങ്ങളെയും കുറിച്ച് ഇങ്ങനെ വായിച്ച് ശരിക്കും മനസ്സിലാക്കിയ ഒരാളോട് തൊട്ടടുത്ത് അള്ളാഹ് ചോദിക്കുന്ന ഒരു, അപ്പം അള്ളാഹ് പറയുന്ന ഒരു കാര്യമാണ് സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇவ்விதം സൃഷ്ടിക്കപ്പെട്ട നീ ഇനി ഇതാ അവസാനം നീ ഇതേപോലെ തിരിച്ച് മരിച്ച് പിരിഞ്ഞു പോവുകയും ചെയ്യൂട്ടോ. അവിടെ ആ മരണത്തിലേക്ക് ചിന്ത വന്നു. ശേഷം പറഞ്ഞു സുമ്മ ഇന്നകും
ഇന്നകും യൗമൽ ഖിയാമത്തി തുബ്അസൂൻ. അങ്ങനെ ഖിയാമത്ത് നാളാവുമ്പോൾ വീണ്ടും പുനർജന്മം നൽകപ്പെടും. ഇനിയും വിശ്വസിക്കാനാകുന്നില്ലെങ്കിൽ നിന്റെ ഈ സൃഷ്ടിപ്പിനെ കുറിച്ച് തൊട്ട് മുമ്പിൽ ഞാൻ പറഞ്ഞല്ലോ, അത് കേൾക്കുന്നുണ്ടല്ലോ, അത് നീ വായിച്ചല്ലോ. അതുപോലെ നീ ആലോചിച്ച് നോക്ക്, മേലേക്ക് ആകാശത്തെ, അതിനെ ഒന്ന് നോക്ക്. അപ്പം നിനക്ക് ഒന്നും കൂടെ മനസ്സിലാകും ഇതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ടെന്ന്. വലഖദ് ഖലഖനാ ഫൗഖകും സബ്അ തറായിഖ്. 7 ആകാശങ്ങളെ സൃഷ്ടിച്ച റബ്ബാണ്. ആ റബ്ബിനെ ഓർമ്മപ്പെടുത്തുക. ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതൊരു സൂറത്ത് എടുത്ത് വായിച്ചാലും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ആയത്തുകളാണ്. ഓരോന്നും വായിച്ചു പോകുമ്പോൾ നമുക്കതിൽ നിന്ന് ഒരുപാട് കിട്ടാണ്. അതുകൊണ്ടാണ് അവരൊരു 10 ആയത്ത് പഠിച്ചാൽ അവരുടെ ഈമാൻ കൂടും, അത് പ്രാവർത്തികമാക്കിയിട്ടാണ് അടുത്ത ആയത്ത് പഠിക്കുക എന്നൊക്കെ പറഞ്ഞത്. നമ്മളങ്ങനല്ല. നമ്മൾ ഒരാഴ്ച കഴിഞ്ഞാൽ അടുത്ത ആയത്ത് പഠിക്കുക, ആ ആഴ്ച കഴിഞ്ഞാൽ അടുത്ത ആയത്ത് പഠിക്കുക. ലേണിംഗ് ക്ലാസ്സിലൊക്കെ നമ്മളെ സിസ്റ്റം അതാ. അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതല്ല. നമ്മൾക്കെങ്ങനെ അങ്ങനെ ഒരു നിയമം വെച്ചാലോ, ഇത് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ അടുത്ത ക്ലാസ്സിൽ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ എത്ര ആളുണ്ടാവും? ഉസ്താദും ഉണ്ടാവില്ല, നമ്മളും ഉണ്ടാവില്ല. അങ്ങനെ ആയിപ്പോൾ. അതുകൊണ്ട് ശരിക്കും നമ്മൾ ആലോചിക്കുക, വിശുദ്ധ ഖുർആൻ വായിച്ച് ആസ്വദിക്കാൻ മാത്രമുള്ളതല്ല, അതിൻ്റെ പാരായണാസ്വാദനത്തിലപ്പുറം അത് ജീവിതത്തിൽ പകർത്തുമ്പോൾ ഇഹത്തിലും പരത്തിലും സ്വന്തത്തിലും കുടുംബത്തിലും നാട്ടിലും രാജ്യത്തിനും അനുഭവിക്കാൻ കഴിയുന്ന ഒരു സുഖവും സന്തോഷവും ഒക്കെ ഉണ്ട്. അതാണ്. അതേപോലെ മരണം ഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ മുമ്പൊക്കെ പ്രായമുള്ള ആളുകൾ പറയാറുണ്ടായിരുന്നു, എനിക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല, അന്നൊന്നും അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു, എൻ്റെ മാതാപിതാക്കൾക്കും അറിയില്ലായിരുന്നു എന്നൊക്കെ. ശരിയാണ് ഒരു പക്ഷേ ഇന്ന് ഇനി നമുക്ക് ആർക്കും അത് പറയാൻ പറ്റില്ല. കാരണം ഖുർആൻ പഠിക്കാൻ എമ്പാടും സൗകര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരു സാധനമുള്ള ആൾക്കാർക്ക് ഏത് സമയത്തും എവിടെ ഇരുന്നു ഒറ്റയ്ക്ക് ആരും കേൾക്കാതെ ചെവിയിലേക്ക് തിരുകി വെച്ചിട്ട് ഖുർആൻ ഇങ്ങനെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കയറും. അങ്ങനെ പഠിക്കാനുള്ള സംരംഭങ്ങൾ ഒട്ടേറെയുണ്ട്. ഇനി എനിക്കിത് കിട്ടിയില്ല, ഞാനത് അറിയില്ലായിരുന്നു എന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല. എൻ്റെ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ എല്ലാവരെയും അത് ഓർമ്മപ്പെടുത്തുന്നു. ഒരുപാട് സംവിധാനങ്ങൾ അത് ഉപയോഗപ്പെടുത്തുക. പിന്നെ നിങ്ങളുടെ നാട്ടിലെ പള്ളികൾ കേന്ദ്രീകരിച്ച്, അതുപോലെ അല്ലാതെ പല സ്ഥലങ്ങളിലും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. ഇതാണ് നമ്മുടെ പണി. ജോലി തിരക്ക് കൊണ്ട് ഖുർആൻ പഠിക്കാൻ നേരമില്ല എന്ന് പറഞ്ഞാൽ പടച്ചോൻ പറയുന്ന കാര്യം, അനുഗ്രഹം കൊണ്ടാണ് നിനക്ക് ഖുർആൻ പഠിക്കാൻ നേരമില്ലാത്തതിലെ ജോലി തൽക്കാലം ഒഴിവാകട്ടെ, ആ ജോലി നഷ്ടപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളിട്ട് സമ്മതിക്കുകയില്ല. അപ്പോൾ ജോലി എത്രയുണ്ടോ അത്ര കണ്ട് ഖുർആൻ പഠിക്കാൻ മുന്നിലുണ്ടാകണം. മക്കൾ എത്രയുണ്ടോ അത്ര കണ്ട് ഖുർആൻ പഠിക്കാനുണ്ടാകണം. വീട് എത്ര വലിയ സൗന്ദര്യത്തിലും നൽകപ്പെട്ടിട്ടുണ്ടോ അത്ര കണ്ട് ഖുർആൻ പഠിക്കാൻ മുന്നിലുണ്ടാകണം. ഇതൊന്നും തടസ്സമായി പറയരുത്. തടസ്സമാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഖുർആൻ പഠിക്കാൻ തയ്യാറാണോ എന്ന് ചിന്തിക്കണം. അത് നമ്മളാരും റെഡിയാവില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ റബ്ബെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തരണമേ. നിൻ്റെ വിശുദ്ധ ഖുർആനിനെ പ്രഭാത പ്രദോഷങ്ങളിൽ പാരായണം ചെയ്യുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അതിനെ എതിരാവാതെ ജീവിച്ച് മുന്നേറുവാനും അങ്ങനെ സാബിഖൂനയായി അസ്ഹാബുൽ മൈമനയെങ്കിലുമായി സ്വർഗത്തിൽ പ്രവേശിക്കുവാനുമുള്ള മഹാഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനായ റബ്ബെ. ഞങ്ങളുടെ കുടുംബത്തിലും അല്ലാതെയും പലരും രോഗബാധിതരായി ആശുപത്രിയിലും വീട്ടിലും കിടക്കുന്നവരുണ്ട്. അള്ളാഹുവേ, അവർക്കൊക്കെ വഞ്ചനയുടെ ചതിയുടെ ചികിത്സാ മുറകളിൽ നിന്നും രീതികളിൽ നിന്നും മാറി ഏറ്റവും നല്ല ചികിത്സ നൽകപ്പെടാനും ഏറ്റവും വേഗം ശിഫയും കശ്ഫും നൽകുവാനും നീ പ്രത്യേകം തൗഫീഖ് കാണണമേ റഹ്മാനായ റബ്ബെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم ربنا اغفر لنا ولوالدينا رب ارحمهم كما ربونا صغارا. اللهم اجعلنا من الذين يتلون القرآن حق تلاوته واجعلنا من الذين يدرسون القرآن حق دراسته واجعلنا من الذين يعملون بالقرآن حق عمله واجعل القرآن ربيع قلوبنا واجعل القرآن شفيعا لنا لعيوب أعمالنا يوم القيامة يا رب العالمين. اللهم انصرنا على القوم الظالمين الكافرين يا رب العالمين. اللهم اكتب لكل واحد منا براءة من النار وأمانا من العذاب. اللهم اكتب لكل واحد منا
براءة من النار وأمانا من العذاب. اللهم اكتب لكل واحد منا براءة من النار وأمانا من العذاب. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وآله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.